ഏകദേശം എത്ര സമയം വേണം ടൗണിൽ നിന്നും ഹോസ്റ്റലിലെത്താൻ? മാക്സിമം ഒരു 20 മിനിറ്റ് മതിയാവും. ഹോസ്റ്റലിനകത്ത് കയറി എത്ര വഴികളുണ്ട്? പുറകിലൊരു ചെറിയ വഴിയുണ്ട് സാർ, പക്ഷെ അതിലെ ആരും വരത്തില്ല. അവിടെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് വൃത്തികേടായി കിടക്കുക, കാടും പിടിച്ചിട്ടുണ്ട്. താൻ ചോദിച്ചതിന് മാത്രമല്ല ഉത്തരം പറഞ്ഞത്. ഇന്നലെ എത്ര മണിക്കാണ് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങിയത്? സാധാരണ 5 മണിക്ക് ഇറങ്ങാറ്. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായത് കാരണം 5:30 കഴിഞ്ഞിരുന്നു. എനിക്ക് മെറിനെയും ജോൾസിനെയും കൂടി ഒന്ന് കാണണം. മെറിൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൾസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടിയ ഉടനെ വരാൻ പറയാം. എനിക്ക് പുറത്തെ വഴിയൊന്ന് കാണിച്ചു. വളരെ സൽസ്വഭാവിയായ പെൺകുട്ടി. അനാവശ്യമായ ബന്ധങ്ങളോ ഫോൺ വിളികളോ ഒന്നും ഞാൻ മീരയിൽ കണ്ടിട്ടേയില്ല. മെറിനറിയാം, ഇന്നലെ രാത്രി മുതൽ മീരെ കാണാനില്ല. മെറിൻ പറഞ്ഞതുപോലെ സത്സ്വഭാവിയായ പെൺകുട്ടി എങ്ങോട്ട്, എന്ത് കാരണം കൊണ്ടുപോയി? അല്ലെങ്കിൽ ആര് മീരെ കിഡ്നാപ്പ് ചെയ്തു? അതിന് കാരണമായി എന്തെങ്കിലും മാറ്റങ്ങൾ മെറിൻ ഈയിടെ മീരെ കണ്ടിരുന്നോ? ഇല്ല സർ, ഇന്നലെ വൈകിട്ട് വരെ തമാശയൊക്കെ പറഞ്ഞാ ഞങ്ങൾ ഇറങ്ങിയേ. നല്ല സന്തോഷത്തിലായിരുന്നു ആ സമയത്തും. സ്വതവേ പെട്ടെന്നൊന്നും മൂഡ് ഓഫ് ആവുന്ന സ്വഭാവം മീരയ്ക്കില്ല. ഇന്നലെ എത്ര മണിയായി കാണും നിങ്ങൾ ടെക്സ്റ്റൈൽസ് ഇറങ്ങിയപ്പോ? സാധാരണ 5 മണിക്ക് ഇറങ്ങുന്നേ. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 5:30 കാണും. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് സംഭവിച്ചു? ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പൂജ ഒരു സ്റ്റോളിൽ കയറി. ലേറ്റായ ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ് ജോൾസിനെ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഫ്രൂട്ട് സ്റ്റോളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മീരയും പൂജയും അതിൽ കയറി പോയി. മീരയും പൂജയും പോയി കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞാ മെറിൻ പോയത്? ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ബസ്സും വന്നു. മെറിൻ സ്റ്റാൻഡിൽ പോയാണ് ബസ് കയറിയത്? അല്ല, എനിക്ക് സ്റ്റാൻഡിൽ പോണ്ട. ഒരു ഫ്രൂട്ട് സ്റ്റോളിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന ബസ് സ്റ്റോപ്പാ. ഈ പറഞ്ഞ ഫ്രൂട്ട് സ്റ്റാളിന്റെ അടുത്ത് നിന്ന് എത്ര സമയം വേണം ബസ് സ്റ്റാൻഡിലേക്ക്? 10-12 മിനിറ്റ് മതിയാവും സർ. ബസ് സ്റ്റാൻഡിൽ പോയാലേ ജോൾസിലേക്ക് ബസ് കിട്ടുള്ളൂ? അതെ. ഇന്നലെ എത്ര മണിക്കാണ് മെറിൻ വീട്ടിൽ പോയത്? ഐ മീൻ ബസ് കയറി ഓർക്കാൻ പറ്റുന്നുണ്ടോ? 6:15 കാണും സർ. അവസാനമായി ഒരു ചോദ്യം കൂടി മെറിൻ. മീരയെ കാണാനില്ലെന്ന വിവരം മെറിൻ അറിഞ്ഞത് എങ്ങനെയാണ്? പൂജ വിളിച്ചു പറഞ്ഞു. എപ്പോ? ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ? ഇന്ന് രാവിലെ. ഓക്കെ, താങ്ക് യു. വരുമ്പോഴേക്കുള്ളൂ. ശരി സർ. ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല. സ്റ്റേഷനിലൊരു പരാതി കൊടുക്കണം. ഞാൻ വിളിച്ചു പറയാം. അവരും ഒന്ന് അന്വേഷിക്കട്ടെ. സോളമ, എനിക്കെന്തോ ഒരു വല്ലായിക പോലെ. നീ ടെൻഷൻ അടിക്കാതെ സഞ്ജയ്, നമുക്ക് അന്വേഷിക്കാം. മീരയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി എത്രയാണ്? 8,000 രൂപ. സാർ, മറ്റേ കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്, ജോൾസിന. വരാൻ പറയൂ. പിന്നെ താൻ ഇയാളെ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകണം. ഓ ശരി. ജോൾസിന, എത്ര കാലമായി ടെക്സ്റ്റൈൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം 1 വർഷമായി. നിങ്ങൾ 4 പേരും ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആണോ? അതെ സർ, ഞങ്ങൾ 4 പേര് സെയിൽസ് ഗേൾസാ. എത്ര കാലമായിട്ട് ജോൾസിനേക്ക് മീരെ അറിയാം? ഏകദേശം ഒരേ സമയത്താ ഞങ്ങൾ 4 പേരും ജോലിക്ക് കയറിയത്. ആഴ്ചകളുടെ വ്യത്യാസം മാത്രമേ കാണൂ. എന്ന് വെച്ചാ 1 വർഷമായിട്ട് അറിയാമെന്നർത്ഥം. അതെ. ജോൾസിനുടെ വിവാഹം കഴിഞ്ഞതാണോ? അല്ല. ഇന്നലെ വൈകിട്ട് എത്ര മണിക്കാണ് നിങ്ങൾ ടെക്സ്റ്റൈൽസ് ഇറങ്ങിയത്? 5:30. 4 പേരും ഒന്നിച്ചിറങ്ങിയേ? അതെ. അത് കഴിഞ്ഞ് പൂജ ഫ്രൂട്ട് സ്റ്റാളിൽ കയറിയപ്പോൾ ലേറ്റായ ബസ് കിട്ടില്ലെന്ന് പറഞ്ഞ് ജോൾസിനെ പെട്ടെന്ന് പോയി. അതെ സർ. ലേറ്റായാൽ ജോൾസിനേക്ക് ബസ് മിസ്സാവുന്ന മെറിനും പറഞ്ഞു. എത്ര മണിക്ക് സ്റ്റാൻഡിൽ എത്തിയില്ലെങ്കിലാ ബസ് മിസ്സാവുക? 6:10 സർ. അതും കിട്ടിയില്ലെങ്കിൽ 6:50 ഉള്ളൂ. ഫ്രൂട്ട് സ്റ്റാളിനടുത്ത് വെച്ച് സമയം നോക്കിയത് കൊണ്ടാണല്ലോ ബസ് കിട്ടില്ലെന്ന് തോന്നിയത്. അതെ. അപ്പൊ സമയം എത്രയായിരുന്നു? 5:50. ഫ്രൂട്ട് സ്റ്റാളിന്റെ അടുത്ത് നിന്ന്
ബസ് സ്റ്റാൻഡിലേക്ക് എത്ര സമയം എടുക്കും? മാക്സിമം 15 മിനിറ്റ്. മെറിന്റെയും പൂജയുടെയും ഭർത്താക്കന്മാർക്ക് എന്താണ് ജോലി അറിയോ? മെറിന്റെ ഭർത്താവിന് ടൈൽസിന്റെ ബിസിനസ്സാണ് സർ. പൂജയുടെ ഹസ്ബൻഡ് LIC ഏജന്റും. അപ്പോ താങ്ക് യു ജോത്സ്ന, സഹകരിച്ചേന്. ഞാനെന്നാ പോയിക്കോളൂ.